ഇവിടെ നേരത്തെ ശ്രീ പി കെ ഗോപൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. സർക്കാർ കൂടി ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ലേ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത് എന്ന്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം, ഹൈക്കോടതിയിൽ വന്ന കേസ്, ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അതിനപ്പുറത്ത് സർക്കാരിന് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ ഈ കേസിൽ? ശ്രീ ഗോപികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലെന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. ഉദ്യോഗസ്ഥരുടെ കാര്യമൊക്കെ തന്നെ ഒരു തരത്തിലും പോലീസ് സംവിധാനത്തിൽ രാഷ്ട്രീയ ഇടപെടലോടുകൂടി തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ ആരാണ് ഇതിനെ ഹെഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത്, അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുക എന്ന് പറയുന്നത്, അതൊന്നും തന്നെ നിയമത്തിൽ, ക്രിമിനൽ നടപടി ചട്ടത്തിൽ സാധാരണ കണ്ടുവരുന്നതല്ല. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിലൂടെ ഒരു തരത്തിലുള്ള ബാഹ്യ രാഷ്ട്രീയ ഇടപെടലിനും ഈ അന്വേഷണ സംഘം വിധേയരാകരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ്. എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയപരമായിട്ട് ബോർഡിൻ്റെ ഭരണത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എത്ര നാം കണ്ണടച്ച് നിന്നാലും അതൊക്കെ സത്യമാണ്. രാഷ്ട്രീയക്കാർക്ക്, അധികാരത്തിലിരിക്കുന്നവർക്ക്, വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. 2019 പ്രത്യേകിച്ചും അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതിന് കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ പോളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, കോടതി ഒരു തരത്തിലും ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത്, സത്യസന്ധമായിട്ടും ധീരമായിട്ടും അന്വേഷണം പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോടതിയിലേക്ക് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം മാനുവലിൻ്റെ പ്രകടമായിട്ടുള്ള ലംഘനമാണ്. ഏതാനും ചെറിയ 2 ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയ സമ്മതത്തോടുകൂടി അവിടെ അധികാരത്തിലിരിക്കുന്ന, അവിടെ നിർണായകമായിട്ടുള്ള ചുമതല വഹിക്കുന്നവരുടെ സമ്മതവും അവരുടെ കൊളിയൂഷനും ഇല്ലാതെ നടക്കത്തില്ല. ദേവസ്വം മാനുവലിൻ്റെ 1-ാമത്തെ വോളിയത്തിൽ ചാപ്റ്റർ 11 റൂൾ 38 ഈ ഇങ്ങനെയുള്ള വർക്ക്സ് ഇൻവോൾവിംഗ് ദി യൂസ് ഓർ ഹാൻഡ്ലിംഗ് ഓഫ് വാല്യൂബിൾസ് ബിലോങ്ങിങ് ടു ദേവസ്വം ഷുഡ് ഓൾവേസ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് എ പ്ലേസ് വിത്തിൻ ദ ദേവസ്വം പ്രിമൈസസ്. അപ്പം ദേവസ്വം പ്രിമൈസസിന് ഉള്ളിൽ മാത്രമേ, അതിനകത്ത് മാത്രമേ ഇത്തരത്തിലുള്ള വിലയേറിയ കാര്യങ്ങളുടെ പണികൾ നടക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് നിഷ്കർഷിക്കുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഓഫീസറിൻ്റെ സാമീപ്യം ഉണ്ടാകണം എന്നുള്ളതാണ് അതിനകത്ത് ചട്ടത്തിൽ പറയുന്നത്. റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ, immediate supervision so far as possible to be done under the immediate supervision of the assistant commissioner. അപ്പോൾ ഇത്രയൊക്കെ ഇതിനകത്ത് മാനുവലിൽ പറയുമ്പോഴും എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു തരത്തിലുള്ള ദേവസ്വം അധികാരികളുടെ സാക്ഷ്യവുമില്ലാതെ എങ്ങനെയാണ് ഇത്ര വിലയേറിയ സ്വർണ്ണപ്പാളികളുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ് അനുവാദം കിട്ടിയത്? ദേവസ്വം മാനുവലിനെ കുറിച്ചൊന്നും ബോധ്യമില്ലാത്ത ആൾക്കാരായിരുന്നില്ലല്ലോ കമ്മീഷണറായിട്ടും അതുപോലെ നിർണായകമായിട്ടുള്ള പദവിയിൽ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ആരിലൊക്കെയാണോ വിശ്വാസം അർപ്പിച്ചത്, അതെന്തിനാണ് അർപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അവർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗ്രേസോടുകൂടി പല നിർണായകമായിട്ടുള്ള പൊളിറ്റിക്കൽ പോസ്റ്റുകളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെയാണ് ഈ വീഴ്ച ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത കുറവിനെതിരെ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പുറത്ത് തന്നെയാണ്. ഏതൊരു ക്രിമിനൽ കേസിലും പ്രതി പുറത്ത് നിൽക്കുമ്പോൾ അയാൾ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ്. അയാൾ ആർക്കൊക്കെയാണോ ഇതിൻ്റെയൊക്കെ റെപ്ലിക്ക ഉണ്ടാക്കി നൽകിയിട്ടുണ്ടാവുക, ആരുടെയൊക്കെ വീടുകളിലേക്കാണോ ഇതൊക്കെ കൊണ്ടുചെന്നിട്ടുണ്ടാവുക, അവരെയൊക്കെ സ്വാധീനിക്കുവാനും അവരുടെയൊക്കെ മൊഴികൾ തിരുത്തിപ്പിക്കുവാനും എവിടെയൊക്കെയാണോ ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ റിക്കവർ ചെയ്തെടുക്കുവാനും, നിയമപ്രകാരമുള്ള റിക്കവറി അല്ല, പ്രതിക്ക് തന്നെ അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനും അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ ഹീ സ്റ്റിൽ അറ്റ് ലാർജ്. അദ്ദേഹത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല.
നിർഭയം വരാൻ സാധ്യതയുള്ള സാക്ഷിമൊഴികൾ ഉൾപ്പെടെ സ്വാധീനിക്കപ്പെട്ടു പോകുന്ന സാധ്യതകൾ ഒരു സാഹചര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു നിൽക്കുന്നത്. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.